ഹായ് ഹലോ അമ്പാടിയമ്മയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാത്രി ഏകദേശം ഒരു 9 മണിയൊക്കെ ആയപ്പോഴാട്ടോ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഒരു യാത്രയ്ക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുവാണേ. നമ്മുടെ ആമിക്കുഞ്ഞപ്പോഴത്തേക്കിന് ഉറങ്ങി കേട്ടോ. രാവിലെ തൊട്ട് യാത്ര പോകാൻ ഒരുങ്ങിയിരിക്കുവായിരുന്നേ. പക്ഷേ ഏകദേശം ഒരു 7:30 ആയിരുന്നു പ്ലാൻ ചെയ്തത്. കുറച്ച് കാരണങ്ങൾ കൊണ്ട് കുറച്ച് താമസിച്ചു പോയി ഇറങ്ങാനായിട്ടേ. പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കിന് ആമിക്കുഞ്ഞ് അങ്ങ് ഭയങ്കര മൂശാട്ടയായിരുന്നു കേട്ടോ. പിന്നെ എപ്പോഴൊക്കെയോ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് വഴക്കിട്ട് കരഞ്ഞു ഉറങ്ങുവാണ് കേട്ടോ. അത് ഞാനും രാജേഷേട്ടനും ആമിക്കുഞ്ഞും അനിയത്തിയും ഹസ്ബൻഡും അവരുടെ മോനും കൂടെ ചേർന്നാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഒരു ദിവസമല്ല 1.5 ദിവസത്തെ യാത്രയ്ക്കാണ്, 1.5 ദിവസത്തെ യാത്രയ്ക്കാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. പക്ഷെ ലഗേജ് കണ്ടാൽ ഒരാഴ്ചത്തെ ഗെറ്റപ്പ് ഉണ്ട് കേട്ടോ. പക്ഷെ എന്ത് ചെയ്യാനാ, മൊത്തത്തിൽ പാളിപ്പോയായിരുന്നു. ഡ്രസ്സെല്ലാം എടുത്തത് വെറുതെ ആയി. അത് പിന്നെ പറയാം ഞാനാ, പിന്നെ അടുത്തുള്ള വീഡിയോയിൽ വരും കേട്ടോ, അപ്പോഴത്തേക്കിനും പറയാം. പിന്നെ ആമിക്കുഞ്ഞിന് കുറച്ചേറെ എടുക്കണമായിരുന്നല്ലോ. തിരുവനന്തപുരം വരെയുള്ള പോക്കല്ലേ, ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരം വരെയുള്ള പോക്ക് ഇച്ചിരി ഉണ്ടല്ലോ. അവൾ വല്ല ഛർദ്ദിക്കുവോ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ ഛർദ്ദിച്ചതോ ഒന്നുമില്ല കേട്ടോ. ഹാപ്പി ആയിട്ട് പോയിട്ട് വന്ന് ഏറ്റവും വലിയ സന്തോഷം അതായിരുന്നു. കാരണം കാറെ കയറി കഴിഞ്ഞാൽ ഛർദ്ദിക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ. ഞാൻ ടാബ്ലറ്റ് ഒക്കെ കഴിച്ചിട്ട് സെറ്റ് ആയതുകൊണ്ട് ഞാൻ ഛർദ്ദിച്ചില്ല. പക്ഷെ ആമിക്കുഞ്ഞ് അങ്ങനെയല്ല, ഒരുമാതിരിപ്പെട്ട യാത്രയ്ക്കൊക്കെ ഛർദ്ദിക്കുന്നതാണ്. ഇതെന്തോ പറ്റിയെന്ന് പോലും എനിക്കറിയത്തില്ല. കിടന്നുറങ്ങിയത് കൊണ്ടാണോന്നും എനിക്കറിയത്തില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവർക്കും ടാറ്റ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. അപ്പം അമ്മ, പപ്പ, എൻ്റെ മൂത്ത മോനും കൂടെ അതിൻ്റെ തലേദിവസം തന്നെ പോയിട്ടുണ്ടായിരുന്നേ. പപ്പയുടെ ഒരു ഫംഗ്ഷൻ കൂടാനായിട്ടാണ് പോയിരിക്കുന്നത് കേട്ടോ. അവരുടെ പട്ടാളത്തിൻ്റെ 250ാമത്തെ വാർഷികമായിരുന്നു കേട്ടോ, മദ്രാസ് റെജിമെൻറ്റിൻ്റെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ പോയതാണ്. അപ്പോൾ പിന്നെ നമ്മുടെ പത്മനാഭനെയും സൂയിലും ഒക്കെ പോകാതെ വരാൻ പറ്റുമോ ഗൈസ്? അതെല്ലാം കണ്ടിട്ടാണ് വന്നത് കേട്ടോ. അതിൻ്റെയൊക്കെ വീഡിയോസ് പുറകെ വരുവേ. ഇതിപ്പോൾ പിന്നെ പോകുന്ന വഴിക്ക് തന്നെ പുല്ലുവളങ്ങര ഭാഗത്ത് ഈ കണ്ണൂർ റെസ്റ്റോറൻറ്റ് ഒരു രക്ഷയില്ലാത്ത ഫുഡാണ് ഗൈസ്. അവിടുത്തെ പിന്നെ മീനുകളെ കാണുമ്പോഴത്തേക്കിനും ആമിക്കുഞ്ഞും വിദ്ദുക്കുട്ടനും പിന്നെ പറയണം, അതിന് പിന്നെ ഫുഡ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ബഹളമായിരുന്നു കേട്ടോ ഇപ്പം കേട്ടത്. പിന്നെ മെയിൻ പരിപാടി ഈ മെനു കാർഡിൽ നോക്കി ഓർഡർ കൊടുക്കലാണ് കേട്ടോ. അവരുടെ രണ്ടുപേരുടെ ഓർഡർ കൊടുപ്പ് കഴിഞ്ഞതിന് ശേഷമേ ആ മെനു കാർഡ് പിന്നെ നമ്മുടെ കൈ കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് പിന്നെ മെനു കാർഡിന്റെ ആവശ്യമില്ല, മന്തി മാത്രമേ നമ്മൾ മെയിൻ ആയിട്ട് കഴിക്കത്തുള്ളേ. ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ രണ്ടുപേരെ ഇരുത്താനായിട്ട് കൊടുക്കുന്ന പരിപാടി കേട്ടോ. ഒന്നെങ്കിൽ ഐസ്ക്രീം അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു ഫ്രൂട്ടി. പക്ഷെ രണ്ടുപേരും അങ്ങനെ ഒരുപാട് കഴിക്കാറില്ല കേട്ടോ. പക്ഷെ കയ്യിൽ നിർബന്ധമാണ്, എന്നാലേ അടങ്ങിയിരിക്കത്തുള്ളേ. എവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ബഹളം വരും. എന്നാലും ഏകദേശം ഞങ്ങളുടെയൊക്കെ തീരാറാവും കേട്ടോ. അതുവരെ ഓക്കെയാണ് ആൾക്കാർ. അതാണോ വേണ്ടേ? അതാണോ വേണ്ടേ? ആ ഓക്കെ. ഓറഞ്ചോ? ഓക്കെ, ഞാൻ പറഞ്ഞു ഞാൻ വാങ്ങിച്ചോളാം. ഓക്കെ, ഡണ്ണാണ് ഡൺ. ഓക്കെ. ആ ഞാൻ നോക്കാനോ? ഇത് ഞാൻ നോക്കാനോ? ഓക്കെ, സെറ്റ്. അപ്പോൾ ഇയാൾ പറഞ്ഞല്ലോ, ഓർഡർ കൊടുത്തല്ലോ, സെറ്റാണല്ലോ. ഓക്കെ, സെറ്റ്. ഒരു ഹൈഫൈ ഇതാ, ഒരു ഹൈഫൈ തരുമോ? ആമിക്കുഞ്ഞ് തരുമോ ഹൈഫൈ? ആ മതി. കണ്ടല്ലോ ഗൈസ്, അവരുടെ ഓർഡറൊക്കെ കഴിഞ്ഞു കേട്ടോ. അതിനുശേഷം ഞങ്ങളുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഞങ്ങളുടെ ടേബിളേ വന്നേ. ഞാൻ എപ്പോൾ പോയാലും ഒന്നെങ്കിൽ ഒരു അൽഫാം മന്തി അല്ലെങ്കിൽ ഒരു ഷവായ് മന്തി ആയിരിക്കും കൂടുതൽ ഓർഡർ ചെയ്യുന്നത്. ഈ പ്രാവശ്യം എന്തും വരട്ടെന്നും പറഞ്ഞ് രണ്ടും കൽപ്പിച്ച് ഒരു പെരി ചിക്കൻ അങ്ങ് ഓർഡർ ചെയ്ത് ഗൈസ്. എൻ്റെ പൊന്നോ, രുചിച്ച് നോക്കിയതോ ആ മണ്ടയ്ക്കിരിക്കുന്ന ആ സാധനം കേട്ടോ. എൻ്റെ പൊന്നെ കണ്ണീന്ന് പൊന്നീച്ച പറന്ന്. പിന്നെ ഞാൻ ആ മണ്ടയ്ക്കത്തെ സാധനം എടുത്ത് മാറ്റി വെച്ചപ്പോഴത്തേക്കിന് എൻ്റെ പൊന്നോ സ്വർഗ്ഗമായിരുന്നു കേട്ടോ. എന്തോ ടേസ്റ്റ് ആയിരുന്നെന്ന് അറിയാവോ. ഒരു രക്ഷയില്ലാത്ത ഫുഡാണ് കേട്ടോ. ഞങ്ങൾ തിരിച്ച് വന്നപ്പോഴും ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെയാണ് കഴിച്ചിട്ടുള്ളത്. ഇതിന് മുന്നേ ഒരു 2 പ്രാവശ്യം വന്ന് കഴിച്ചിട്ടുണ്ടേ. വിളിക്കാമിയേ, കം പറ, വിളിച്ചോണ്ട് വാ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ കഴിച്ചു തീരാറായപ്പോഴത്തേക്കിന് അതുങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയേ. ഇവിടെ വരുമ്പോൾ അവർ ഉന്നം വെക്കുന്നത് അവിടുത്തെ ഫിഷുകളെ കേട്ടോ. അപ്പം ഞങ്ങൾ ഇരിക്കുന്നിടത്തും ഒരു കൊച്ചൊരു ടാങ്ക് ഉണ്ടായിരുന്നേ. അവിടെ നിന്ന് കുറച്ച് നേരം കളിച്ചു കേട്ടോ. അപ്പോഴത്തേക്കിനും ഞങ്ങൾ പിന്നെ ഫിനിഷ് ചെയ്തെടുത്ത് ലാസ്റ്റ് ഒരു ലൈമും കൂടെ കുടിച്ചിട്ട് അവിടെ നിന്ന് യാത്ര പറഞ്ഞ് നേരെ ഞങ്ങൾ എത്തിയത് ബോബൻ റെസിഡൻസി ആയിരുന്നു കേട്ടോ. അവിടെ ആയിരുന്നു പപ്പായും അമ്മയ്ക്കും റൂം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവിടെ തന്നെ ഞങ്ങൾ റൂം എടുക്കാമെന്ന് കരുതി. ഞങ്ങൾക്ക് പിന്നെ പെയ്ഡ് ആയിരുന്നു. അമ്മയ്ക്കും പപ്പായ്ക്കും എൻ്റെ മൂത്ത മോനും ഫ്രീ ആയിരുന്നു കേട്ടോ. ഞങ്ങളൊരു 1 മണിയോടടുത്താണ് ഞങ്ങൾ അവിടോട്ട് ചെന്നത് കേട്ടോ. വെളുപ്പാങ്കാലത്തെ ആയിരുന്നേ. പിന്നെ 2 പേര് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങിയിട്ടാണ് ഞങ്ങൾ വന്നത്. രാജേഷനാണ് ഡ്രൈവ് ചെയ്തത്. പിന്നെ അവിടുത്തെ ഫോർമാലിറ്റി എല്ലാം കഴിഞ്ഞ് കയറിയപ്പം കുറച്ച് സമയമായി കേട്ടോ. ഞാനും ചിപ്പിയും കുറച്ച് നേരം പോസ്റ്റ് അടിച്ചിരുന്നെങ്കിലും അവര് ഹാപ്പി ആയിരുന്നു കേട്ടോ. 2 പിള്ളേരും അവിടെ ചെന്നപ്പോഴും ദാണ്ട കിടക്കുന്നടാ ടാങ്കി ഫിഷ്. പിന്നെ പറയണ പുകില് അതിനെയും കളിപ്പിച്ചോണ്ട് കുറെ നേരം നിന്ന് കേട്ടോ.
പിന്നത്തെ രണ്ടിന്റെയും വഴക്ക് ആ ഫ്രണ്ടിൽ നിൽക്കുന്ന പൂ പറിക്കാനായിരുന്നു കേട്ടോ. അത് പിന്നെ സമ്മതിക്കാതെ ഞാൻ രണ്ടിനെ ഓടിച്ചു വിട്ടേ. ഈ മീനിനെ കണ്ടപ്പോൾ ഐശ്വര്യനെയും വിശാലിനെയും പോയി വിളിക്കുമായിരുന്നു രണ്ടുപേരും കേട്ടോ. അത് വന്ന് കാണാമെന്നും പറഞ്ഞിട്ട്. അവരാണെങ്കിൽ അവിടുത്തെ ഫോർമാലിറ്റീസ് ഒക്കെ നിൽക്കാനായിട്ട് അവിടെ എഴുതിക്കൊണ്ടിരിക്കുവായിരുന്നേ. അപ്പൊ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് വിളിച്ചേട്ടാ. അപ്പോഴത്തേക്കിനും ഓടി വന്നതാ കേട്ടോ ആമിക്കുഞ്ഞന്റെ അടുത്തോട്ട്. അപ്പൊ ഗൈസ് ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി രാവിലെ പപ്പയുടെ ഫംഗ്ഷന് പങ്കെടുക്കുന്ന ഒരു വീഡിയോ ഞാൻ അധികം താമസിക്കാതെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ ഉറപ്പായിട്ടും ഉണ്ടാവണേ. അപ്പോൾ ഗൈസ് അടുത്ത ഒരു വീഡിയോ കാണുന്നത് വരെ ടാറ്റാ.